ഹലോ എവരിവൺ, ടെക്കി വിസാർഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലീഫ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലീഫ് ഡോട്ട്സ് 2 എന്ന് പറയുന്ന ഒരു ട്രൂലി വയർലെസ് ഇയർബഡ്സ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ടിൽ അൺഫോർച്ചുനേറ്റ്ലി അവരെന്തോ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ പിക്ചർ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഡോട്ട്സ് 2 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലീഫ് എന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ വളരെ മിനിമലായിട്ടുള്ളൊരു ചെറിയ പാക്കിങ്ങിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. ബാക്കിൽ ഇതിൻ്റെ കുറേ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. കൊടുക്കാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാർജിങ് കേസും ഇയർബഡ്സും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തോട്ട് എടുക്കാം. ഇതാണ് അതിൻ്റെ ചാർജിങ് കേസ്. ഫസ്റ്റ് ഇംപ്രഷനിൽ പറയുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ സൈസ് വളരെ ചെറുതാണല്ലേ. ബാക്കി പാക്കിംഗ് കണ്ടൻസ് നോക്കുവാണെങ്കിൽ നമുക്കിതിൽ വാറണ്ടി രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ തന്നെ യൂസർ മാനുവലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഇതിനകത്ത് മൈക്രോ USB ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഇയർ ടിപ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈസ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ചാർജിങ് കേസും. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ വളരെ ടോപ്പ് നോച്ച് ക്വാളിറ്റി ഒന്നുമല്ല, ഒരു ആവറേജ് ക്വാളിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മറ്റുള്ള ഇയർബഡ്സിൻ്റെ ചാർജിങ് കേസ് വെച്ച് നോക്കുവാണെങ്കിൽ വളരെ ചെറുതും വളരെ ലൈറ്റ് വെയിറ്റും ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചാർജിങ് കേസിൻ്റെ ഫ്രണ്ടിലായിട്ട് ലീഫ് എന്ന് പറയുന്ന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് LED നൊട്ടേഷനും കൊടുത്തിട്ടുണ്ട്, ചാർജ് എത്ര ഉണ്ടെന്ന് അറിയാൻ. ബാക്കിലായിട്ടാണ് മൈക്രോ USB പോർട്ട് വരുന്നത്. ആൻഡ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മൈക്രോ USB പോർട്ട് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് തന്നെയാണ്. ടൈപ്പ് സി തന്നെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ചാർജിങ് കേസിൻ്റെ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ അവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നൊട്ടേഷനും കൊടുത്തിട്ടുണ്ട്. പുറമെ മാറ്റ് ബ്ലാക്ക് ഡിസൈൻ ആണ് കൊടുത്തെങ്കിലും അകത്ത് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഡിസൈൻ കാണാൻ പറ്റും. അപ്പോൾ ഓവറോൾ ഈ ഒരു ഡിസൈൻ ലുക്കിൽ നല്ല രീതിയിൽ തന്നെ കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലീഫിൻ്റെ ഈ ഒരു ഇയർബഡ്സിൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ നമുക്ക് ലീഫിൻ്റെ ലോഗോ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇൻ ഇയർ ടൈപ്പ് ഓഫ് ഇയർബഡ്സ് ആണ്. ടിപ്പ് മാറ്റിയിട്ട് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ടച്ച് കൺട്രോൾസ് ആണ് കമ്പനി നൽകിയിരിക്കുന്നത്, ബട്ടൺസ് അല്ല. ഇയർബഡ്സിലും നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നൊട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. IPX4 ആണ് ഇതിൻ്റെ IP റേറ്റിംഗ് വരുന്നത്. സ്പ്ലാഷ് റെസിസ്റ്റൻസ് ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. അതായത് റെയിനിൽ നിന്നുള്ളതും സ്വെറ്റും അതുപോലെ ചെറിയ ചെറിയ സ്പ്ലാഷസിൽ നിന്നൊക്കെ ഇത് റെസിസ്റ്റ് ചെയ്യും. ബ്ലൂടൂത്ത് വേർഷൻ 5.1 ആണ് ഇതിലുള്ളത്. അതുപോലെ ഡ്രൈവർ സൈസ് 6mm ആണ്. ഓരോ ഇയർബഡിനും 4 ഗ്രാമാണ് ഇൻഡിവിജ്വൽ വെയിറ്റ് വരുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ മ്യൂസിക് പ്ലേ ടൈം നോക്കുവാണെങ്കിൽ 20 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്നത്. ചാർജിങ് ടൈമും 1 മണിക്കൂറിന് അറൗണ്ട് ആണ് വരുന്നത്. ആദ്യമേ പറഞ്ഞ പോലെ ടച്ച് കൺട്രോൾസ് ആണ് ഈ ഒരു ഇയർബഡ്സിൽ വരുന്നത്. അത് നല്ല കൺവീനിയൻ്റ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് അസിസ്റ്റൻറ്റിനെ വെയിക്ക് ചെയ്യാനുള്ള ഫീച്ചറും ഈ ടച്ച് കൺട്രോൾസിൽ വന്നിട്ടുണ്ട്. ഹൈപ്പർ സിങ്ക് എന്ന് പറയുന്ന ടെക്നോളജിയാണ് ലീഫ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോണുമായിട്ട് ഇത് കണക്ട് ആവും. അതുപോലെ തന്നെ ലീഫിൻ്റെ ആപ്പ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ സൗണ്ട് നമുക്കിതിൽ ഈക്വലൈസർ പോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു യൂണിക് ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ഓഡിയോ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിലും ഈ ബഡ്ജറ്റിന് നൽകാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓഡിയോ ക്വാളിറ്റി തന്നെയാണ് ഈ പ്രോഡക്റ്റ് നൽകുന്നത്. കാര്യം ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഇയർബഡ്സ് ആണ്. തുടക്കക്കാർക്ക് പറ്റിയ ഒരു ഇയർബഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസിന് നല്ല വർത്ത് ആയിട്ടുള്ള സൗണ്ടാണ്. അത്യാവശ്യം നല്ല ബേസ് ഉള്ള സൗണ്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഓഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഫൈനലി ഇതിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 1799 രൂപയാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇയർബഡ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ലോ കോസ്റ്റിൽ ഒരു ബിഗിനർ ഇയർബഡ്സ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൺക്ലൂഷനിൽ ഇതിൻ്റെ മേന്മകൾ പറയുകയാണെങ്കിൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് കോമ്പാക്റ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ LED നൊട്ടേഷൻസ് ചാർജിങ് കേസിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. അത് എൻഹാൻസ് ചെയ്യാൻ ആപ്ലിക്കേഷൻ്റെ സഹായം ഇവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ക്വിക്കായിട്ടുള്ള കണക്ടിവിറ്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഇതിനകത്ത് എടുത്തു പറയേണ്ട മേന്മകളാണ്. ഇതിൻ്റെ പോരായ്മയായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മൈക്രോ USB പോർട്ട് ടൈപ്പ് സി ആക്കിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് കേസിൻ്റെ ബിൽഡ് ക്വാളിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത്രയും അധികം കാര്യങ്ങളാണ് എനിക്ക് ലീഫ് ഡോട്ട്സ് 2 എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ പറ്റി ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.